ഡിഗ്രി പഠനത്തോടൊപ്പം സിവിൽ സർവീസ് പരിശീലനവും ലഭിക്കുന്ന ഒരു സുവർണാവസരമാണ് മർക്കസ് നോളജ് സിറ്റിയിലെ ഹിൽസിനായി സിവിൽ സർവീസ് അക്കാദമി ഇവിടെ വിഭാവനം ചെയ്യുന്നത്. മികച്ച പരിശീലകന്മാരുടെ നേതൃത്വത്തിൽ നിരന്തരമുള്ള പരിശീലനം നടത്തുകയും തുടർന്ന് UPSSC പരീക്ഷകൾക്ക് തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇവിടെ നടക്കുന്നത്. ഈ കോഴ്സിന്റെ വിവിധ വിശേഷങ്ങളും സവിശേഷതകളും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഹിൽസിനായി സിവിൽ സർവീസ് അക്കാദമിയുടെ അക്കാഡമിക് കോർഡിനേറ്റർ ഷാഫി നൂറാനി നമ്മോടൊപ്പമുണ്ട്. ഡിഗ്രി പഠനത്തോടൊപ്പം തന്നെ സിവിൽ സർവീസിനും പരിശീലനം ലഭിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഈ കോഴ്സ് നടത്തുന്നത്? 4 തരത്തിലുള്ള കോഴ്സുകളാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ഓൾറെഡി കോച്ചിങ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെറ്റേണേഴ്സ് ബാച്ച് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രിലിംസ് കം മെയിൻസ് റെഗുലർ ബാച്ച് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത് സ്കൂളിലും അതുപോലെ തന്നെ ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ബാച്ച് ആയിട്ടും നമ്മളിവിടെ റൺ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും നമ്മുടെ സിഗ്നേച്ചർ ആയിട്ട് നമ്മൾ വിഭാവനം ചെയ്യുന്ന പുതിയ കോഴ്സാണ് BA മൾട്ടി ഡിസിപ്ലിനറി വിത്ത് ഇൻ്റഗ്രേറ്റഡ് സിവിൽ സർവീസ് പ്രോഗ്രാം എന്നുള്ളത്. ഇതിൽ ഡിഗ്രി ഏതാണ് സബ്ജക്റ്റ് നൽകുന്നത്? ഇവിടെ ഡിഗ്രി നമ്മൾ ഉദ്ദേശിക്കുന്നത് BA മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രിയാണ്. മൾട്ടി ഡിസിപ്ലിനറി പ്രത്യേകത എന്ന് വെച്ചാൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ഇതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് തന്നെയാണ് സിവിൽ സർവീസിൻ്റെ GSൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു UPSC എന്ന് മാത്രമല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഏകദേശം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് 560-ൽ പരം എക്സാമുകൾ ഒരു വർഷം 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ആ കുട്ടിയെ സെറ്റ് ചെയ്യുക എന്നുകൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാര്യം കുട്ടികൾക്ക് സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ എത്തിക്കൽ ലീഡേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ളതും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ഏത് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇഗ്നുവിൻ്റെ BA മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രിയാണ്. ഇഗ്നുവിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ മറ്റേത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിലും എക്സാം മാറ്റിവെക്കുന്ന പ്രശ്നം, റിസൾട്ട് വൈകുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ഇഗ്നുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈക്വലൻസിക്ക് വേണ്ടിയിട്ട് മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് എംബസി അറ്റസ്റ്റേഷന് വേണ്ടിയിട്ടും ഉള്ളൊരു പ്രശ്നം കാണാറുണ്ട്. ഇതൊന്നും ഇഗ്നുവിൽ നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു എഡ്ജ് ഇഗ്നുവിൽ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി സിവിൽ സർവീസിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ പരിശീലനങ്ങൾ നൽകുന്നത്? 2 രൂപത്തിലാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും സിവിൽ സർവീസിൻ്റെ ആസ്പിരൻസിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ഡിഗ്രി ഫൈനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു വർഷത്തെ നിരന്തരമായിട്ടുള്ള മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ഹോസ്റ്റൽ സൗകര്യത്തോട് കൂടിയിട്ട് ഡെഡിക്കേറ്റഡ് മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള അവരുടെ അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവരെ പതുക്കെ പുഷ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രത്യേകമായിട്ടുള്ളൊരു ട്രെയിനിങ് രീതിയാണ് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഡൽഹിയിലും തിരുവനന്തപുരത്തൊക്കെ എന്താണോ കാൻഡിഡേറ്റിന് കിട്ടുന്നത് അത് കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഈ ഒരു മർക്കസ് നോളജ് സിറ്റിയിലെ അന്തരീക്ഷം നിന്നുകൊണ്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും സാക്ഷ്യം എന്നുള്ളത്. നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന എന്തെങ്കിലും സവിശേഷമായ സ്കോളർഷിപ്പുകളോ മറ്റുണ്ടെങ്കിലും? ഇവിടെ നമ്മൾ 2 രൂപത്തിലുള്ള സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഷെഹൂർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലുള്ള സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത് സ്ഥാപനം വഴിയും അല്ലാതൊക്കെ ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്പോൺസർഷിപ്പുകളിലൂടെയും നമുക്ക് മെറിറ്റ് കം മീൻസ് ആയിട്ട് കുട്ടികളുടെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ, കുട്ടികൾ അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ അക്കാദമിക് പെർഫോമൻസും ഷോക്കേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തായിട്ടുള്ള സ്കോളർഷിപ്പ്. അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നമ്മളിവിടെ നടക്കുന്ന ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമുക്കുണ്ട്. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വിജയിക്കുന്നവരെ മാത്രമേ ഈ ഒരു സ്ട്രീമിലേക്ക് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യുള്ളൂ എന്നതാണ്. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയിലേക്കാണെങ്കിൽ എനി സ്ട്രീം +2 ആണ്. ഇനി നമുക്ക് PCM ബാച്ചിൽ പ്രിലിംസ് കം മെയിൻസിലേക്കാണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫൈനൽ ഇയർ ആകുന്ന ഏത് കുട്ടിക്കും അപ്ലൈ ചെയ്യാം. നേരത്തെ സാറ് സൂചിപ്പിച്ചു ഇവിടുത്തെ ശാന്തസുന്ദരമായ പ്രകൃതി. പക്ഷേ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ വരുമ്പോൾ ഡൽഹിയിലും തിരുവനന്തപുരത്തുമൊക്കെ ലഭിക്കുന്ന അവിടുത്തെ വിശാലമായ ലൈബ്രറി പോലുള്ള സംവിധാനങ്ങൾ അത് ഇവിടെ മിസ്സാവുമോ? 24/7 എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ക്യൂബിക്കിൾസോട് കൂടിയിട്ടുള്ള വിശാലമായിട്ടുള്ള റീഡിംഗ് സ്പേസ് ആണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് പുറമെ മറ്റ് മത്സര പരീക്ഷകൾക്കോ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഇവിടുത്തെ റീഡിംഗ് റൂമുകളുടെ ആ ഒരു ആക്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകം 24/7 എയർ കണ്ടീഷൻഡ് ആണ്, വൈഫൈ ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള മാഗസിൻസിന്റെ ആക്സസും അവർക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പീസ്ഫുൾ ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ അവരുടെ പ്രിപ്പറേഷൻസിനെ ഒരു തരത്തിലും ഡിസ്ട്രാക്ട് ചെയ്യാത്ത രൂപത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു റീഡിംഗ് സ്പേസ് അവർ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൽഹിയിലൊക്കെ പോയി പഠിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന സവിശേഷതയായിരുന്നു മറ്റു സംസ്ഥാനക്കാരുമായിട്ട് മറ്റു ഭാഷക്കാരുമായിട്ടൊക്കെ ഇടപഴകാനും അവരുടെ കൾച്ചറും ഭാഷയും ഒക്കെ പഠിക്കാനുള്ള വലിയൊരു അവസരം. പക്ഷെ അതിപ്പോൾ മിസ്സാവുന്നൊരു പ്രശ്നമുണ്ടോ?
മർക്കസ് നോളജ് സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പല കോഴ്സുകൾക്ക് പഠിക്കുന്നുണ്ട്. നമ്മുടെ IAS അക്കാദമിയിലും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കർണാടക ആയിരുന്നാലും തമിഴ്നാടായിരുന്നാലും മഹാരാഷ്ട്ര ആയിരുന്നാലും ഒക്കെ നമുക്ക് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. മാത്രമല്ല നെക്സ്റ്റ് ഇയറിലേക്ക് കൂടുതലായിട്ട് വന്ന ക്വയറീസ് എല്ലാം തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കേരളം എന്നുള്ള ഒരൊറ്റ സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പ്രിപ്പറേഷൻ അല്ല. ഒരു പാൻ ഇന്ത്യൻ ആയിട്ടുള്ള സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയുമായിട്ട് എൻഗേജ് ചെയ്യാനും അവരുമായിട്ട് ആശയങ്ങൾ കൈമാറാനുള്ള ഒരു വേദി കൂടിയായിട്ട് നമുക്കിവിടെ സിവിൽ സർവീസ് അക്കാദമി നമുക്ക് കാണാൻ സാധിക്കും. +2 കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ സർവീസ് എന്ന മോഹം ഉള്ളിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു സുവർണ അവസരമാണ് ഹിൽസിനായി IAS അക്കാദമി ഇവിടെ നൽകിയിരിക്കുന്നത്.